എനിക്ക് കഴുത്തിന് പെടലിക്കാറുണ്ട്. എന്നെ കാണിക്കുന്നത് ഞാൻ വീഡിയോസ് കൈ നിറച്ച സാധനം എടുത്തില്ല ഒന്നും എടുക്കാനല്ലോ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് ഏകദേശം ഒരു 9 മണിയാകുമ്പം ക്യൂബക്കിലെത്തിയിട്ട് എല്ലാവരും ടിമ്മ് കഴിക്കാൻ വേണ്ടി വന്ന കഥയാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 2 ഫ്രഞ്ച് കാരിലങ്ങ് പറഞ്ഞു. ഭയങ്കര സീനാണ്. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എല്ലാ ഫുഡും അങ്ങ് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ആകെ പെട്ടിരിക്കുകയാണ്. ബോജു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പിന്നെ ഫ്രഞ്ചുള്ള ആളെയും കൊണ്ട് നടക്കൂല്ലേ. ഒന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഇല്ലേ വേറൊന്നുമില്ല. ആക്ഷൻ അതൊക്കെ ഉള്ളൂ. ഞങ്ങളപ്പം ഒരു റാപ്പ് പറയാൻ പെട്ട പാട് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഫ്രഞ്ച് കാരനെ മാത്രം ഉള്ളതുകൊണ്ട് എങ്ങനെയോട്ട് ഞങ്ങൾ പക്ഷെ കറക്റ്റ് കാര്യങ്ങളെ പറയുള്ളൂ കേട്ടോ. അല്ലാതെ ചുമ്മാ അടിപൊളി അത് അടിപൊളി ഇത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അതൊന്നും പറയില്ല. എന്താണോ എക്സാക്ട്ലി നടക്കുന്നത്, ലൈക്ക് ഒറിജിനൽ റിവ്യൂ അതെനിക്കും പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച ടീമിലാണ് അത് ഇങ്ങനെയായി. ഇനിയിപ്പം 4 ദിവസം കഴിഞ്ഞ് എന്താവുമെന്ന് അറിയില്ല. ബട്ട് ലെറ്റ്സ് സീ. കരിവിഴിയുള്ള കളവാണി കണ്ടപ്പോ കണ്ണു മുടക്കി ചിരിക്കല പിന്നെ കല്യാണി നിന്റെ മാറപ്പ പുള്ളി കുടുക്കി കയ്യിലെ വള കണ്ട് കാലിലെ കൊലുസിട്ട് എന്നെ നീ കുടി അരയിലെ അരഞ്ഞാണ മരക്കെട്ടി കിടക്കുമ്പോ എനിക്കെന്റെ മോഹങ്ങൾ അണപ്പൊട്ടി നോക്കല നീ അടുത്തി നോട്ടുകൂടെ കൊണ്ട് ചങ്ങത പിടക്കണം നോക്കല നീ അടുത്തി. നമ്മളിപ്പോ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് ബസിലിക്കയിലേക്കാണ്. ഓൾറെഡി ഇവിടെ സാധാരണ കാനഡയിൽ നമ്മള് സ്റ്റോപ്പ് സൈൻ ഉണ്ട്. ഇവിടെ അരറ്റോ അങ്ങനെ എന്തോ ആണ് എഴുതി വെച്ചത്. ഭയങ്കര പാടാട്ടോ, ഭാഷ ഇല്ലാണ്ട് ഇവിടെ. എന്തായാലും നമ്മള് പാട്ടൊക്കെ കേട്ട് വൈബടിച്ച് ഇങ്ങനെ പോവാം. ഹായ് ഗൈസ്. ഇപ്പോൾ എവിടോട്ട് നമ്മൾ പോകുന്നപ്പോ നമ്മളിപ്പോ ബസിലിക്കയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ വണ്ടി പാർക്കിംഗ് കിട്ടാത്തത് കൊണ്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തേക്കുമായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. സീ ഗ്ലൗവും തെർമലും ജാക്കറ്റും ഹുഡിയും എല്ലാം ഇട്ടിട്ടും തണുക്കുന്നുണ്ട്. ആസ് യു ക്യാൻ സീ വിത്തൗട്ട് ബ്ലഷ് എൻ്റെ മൂക്കൊക്കെ നല്ല റോസ് കളറായിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റുന്നില്ല, വായൊക്കെ മരവിച്ചിട്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ ജസ്റ്റ് ഒരു ലൈറ്റ് ചുമ്മാ കത്തിച്ച് വെച്ച പോലെ. പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഈ തുണ്ടങ്ങൾ മുഴുവൻ ഇട്ടിട്ട് വരെ ഭയങ്കര തണുപ്പ്. ഞാനെൻ്റെ സെറ്റ് അടിച്ചിട്ടുള്ള ഫസ്റ്റ് വിൻ്ററാ.
സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ബി. വേറെ എല്ലാവരും വന്നു ഞാൻ നടക്കുവാണ്. ഭയങ്കര തണുപ്പാണ്. നിങ്ങളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഒന്നാമത് ഭാഷ അറിയില്ല, രണ്ടാമത് കൊടുക്കത്ത തണുപ്പ്, പിന്നെ മൂന്നാമത് പാർക്കിംഗ് ഇല്ല. വാവ്, സ്ഥലം കാണാം പക്ഷെ ബ്യൂട്ടിഫുൾ. ഭാഗ്യത്തിൽ നിന്ന് വെയിലാണ്, അതുകൊണ്ട് മഞ്ഞില്ല. ലൈക്ക് റോഡൊക്കെ ഫുള്ളൊരു ബ്ലാക്ക് ഐസ് പോലെ ആയിട്ടുണ്ട്. ഇന്നലെ ഫ്രീസ് റെയിൻ ആയിരുന്നു, ബട്ട് ലക്കിലി ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് അതൊന്നും ഉണ്ടായില്ല. വെതർ എന്ന് പറഞ്ഞാൽ -19 ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഇൻ മോൺട്രിയാൽ. വിൽ ബി ഫൈൻ. സോ നീ ബസ്സിലേക്ക് എത്തിയിട്ട് കാണാം. We have reached Basilica and എൻ്റെ പുറകിലുള്ളതാണ് as you can see the church. എനിക്കറിയില്ല, സോ ബ്യൂട്ടിഫുൾ. ട്രസ്റ്റ് മീ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ആയിപ്പോകും. ഇവിടെയൊക്കെ തരുത്തിട്ട് ഞാനിവിടെ ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾ കപ്പിൾസ് നിൽക്കുക. ഫൈനലി നമ്മളിതിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഫൈനലി ടിക്കറ്റൊക്കെ എടുത്തു, നമ്മൾ അകത്ത് കയറി. അകത്ത് ആ ഡോറ് തുറന്ന് കയറിയപ്പോഴൊരു ഓസം, ആ ഒരു പവർ, ആ ഈച്ച് ആൻഡ് എവറി ലൈക്ക് ബിറ്റ്, എന്തൊരു ഡിസൈൻസാ എല്ലാം. നമ്മൾ wow, like great experience. ഭയങ്കര divine energy, ഭയങ്കര. ഞങ്ങൾ ഇന്ന് ലൈക്ക് ആഫ്റ്റർ ബസിലിക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞ് പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് അലഞ്ഞ് അവസാനം ഒരു സ്ഥലത്ത് പാർക്കിംഗ് കിട്ടി. ഞാനവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ആൻഡ് ഞങ്ങൾ കുറച്ച് മെനുവിൽ അത്യാവശ്യം പരിചയമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ലൈക്ക് ബീഫ് ടാക്കോ, മാക്ക് ആൻഡ് ചീസ്, ബർഗർ, റാപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ. സോ ഇതാ mac and cheese, burger, wrap, beef taco. വിശപ്പിന്റെ വിളി വന്നിട്ടും ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന 2 പേർ. അങ്ങനെ സ്വന്തമായിട്ട് എന്താ പറയാ, വീഡിയോ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ക്ഷമയില്ല, ഞങ്ങൾ കഴിച്ചിട്ട് ഓടി വരാം.
பொன்மகள் வந்தாள் பொருள் கோடி தந்தாள் பொன்மகள் வந்தாள்